ഫൈൻഡ് എ ജിം നിയറസ്റ്റ് യുവർ പ്ലേസ്. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ജിമ്മ് ചൂസ് ചെയ്യുക. കൂട്ടുകാരൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ട് 5 കിലോമീറ്ററും 10 കിലോമീറ്റർ അപ്പുറത്തൊക്കെയുള്ള ജിമ്മ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3-4 ദിവസമൊക്കെ പോകാൻ നല്ല മോട്ടിവേഷൻ ആയിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ പതിയെ പതിയെ മടിയായി തുടങ്ങും ഇത്രയും ദൂരമൊക്കെ പോകാനായിട്ട്. സോ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. വലിയ സെറ്റപ്പുള്ള ജിമ്മൊന്നും വേണമെന്നൊന്നുമില്ല. അത്യാവശ്യം മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു ജിമ്മിൽ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജിം അടുത്തായി കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് പോകാനും അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ജിം സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നേരെ പോയിട്ട് ഒരു 3 മന്ത്സിൻ്റെയോ 6 മന്ത്സിൻ്റെയോ അല്ലെങ്കിൽ 1 ഇയറോ പാക്കേജ് എടുക്കാതെ ആദ്യം ജിമ്മിൽ പോയിട്ട് അവിടെ അത്യാവശ്യത്തിനുള്ള മെഷീൻസ്, ഒരുപാട് ഹൈ എക്യുപ്മെൻറ്റ് മെഷീൻസ് ഒന്നും വേണ്ട, അത്യാവശ്യത്തിനുള്ള മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ജിമ്മിൽ പോകുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ കറക്റ്റ് പറഞ്ഞു തരും അത്യാവശ്യം മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ആ ഒരു ജിമ്മ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് 1 ഇയർ പാക്കേജ് ഒന്നും എടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. മോട്ടിവേഷൻ കയറിയിട്ട് ആദ്യത്തെ മാസം 1 മന്ത് പാക്കേജ് എടുക്കുക. ആ 1 മന്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയതിന് ശേഷം ഒരു 3 മന്ത്സോ 6 മന്ത്സിലേക്കോ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്.